അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സമാദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ചില ജന്മങ്ങൾ വളരെയധികം ധന്യത നിറഞ്ഞതായിരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇന്നിവിടെ പറഞ്ഞ കലൂരിലുള്ള എയർലൈൻസ് അഹമ്മദ് കുട്ടി ഹാജി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ബർസഖി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹനവും ക്ഷമയും നൽകുമാറാവട്ടെ. അദ്ദേഹം കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് നമുക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടു പരിചയമുള്ള ഒരു മുഖമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജിയുടേത്. പ്രിയപ്പെട്ട പിതാവ് CZTSK തങ്ങളുമായി അഭേദ്യമായ ആത്മബന്ധം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാർഗദർശി CZTSK തങ്ങൾ തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വീട്ടിലേക്ക് വരാറുണ്ട്. വരുന്ന സന്ദർഭത്തിൽ വളരെയധികം വിദൂരതയിൽ നിന്നുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. കാരണം കുട്ടികൾ എന്നുള്ള നിലക്കുള്ള ഒരു ഭയം ഉണ്ടാകുമല്ലോ. ആളുകളോട് അടുക്കാനുള്ളൊരു പേടി വളരെ ചെറുപ്പത്തിൽ എനിക്ക് ധാരാളമായി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജിയൊക്കെ വിട്ടുനിന്ന് നിരീക്ഷിക്കാറാണ് ഉണ്ടായിരുന്നത്. വളരെയധികം പ്രൗഢഗംഭീരമായ വേഷത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടും. ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറും. എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാ പുരുഷനാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പത്തോ കുലമഹിമയോ മറ്റേതെങ്കിലും ഭൗതികമായ മാനങ്ങളോ അല്ല. മറിച്ച് ആത്മീയമായ അർത്ഥത്തിൽ അദ്ദേഹം എവിടെ നിൽക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കിയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജി എല്ലാ നിലയ്ക്കും ധന്യനാണ് എന്ന് പറയാൻ സാധിക്കും. നാം അറിഞ്ഞിടത്തോളം കണ്ടിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ ദീനുമായി കെട്ടുപിണഞ്ഞ ഒരു ജീവിതം ആയിരുന്നു. സാമ്പത്തികമായ ശേഷിയും മറ്റുള്ള കാര്യങ്ങളും ജനസ്വാധീനവും ഒരുപാട് ബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ടെങ്കിലും ആ ബന്ധങ്ങളെക്കാളൊക്കെ അദ്ദേഹം വില കൽപ്പിച്ചത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വക്താക്കളോടുള്ള ബന്ധവും ദീനി പ്രവർത്തനത്തിനു വേണ്ടിയുള്ള അടുപ്പവും ആയിരുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കേരളത്തിലെ പ്രമുഖരായ പണ്ഡിത ശിരോമണികളുമായി വളരെയധികം അടുപ്പം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദുമായി വല്ലാത്ത ഒരു അടുപ്പം ബഹുമാനപ്പെട്ടവർ മരണം വരെ കാത്ത് സൂക്ഷിച്ചു. അതിൻ്റെ അടയാളം എന്നുള്ള നിലയ്ക്ക് സുൽത്താൻ എല്ലാ പ്രയാസവും മാറ്റിവെച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകളും യാത്രാക്ലേശങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എത്തിച്ചേരുകയും ജനാനമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഗണിക്കാവുന്നത് മഹാന്മാരായ ആളുകൾ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി സംബന്ധിക്കുക, അവരുടെ പ്രാർത്ഥന ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കാരും മയ്യത്ത് നിസ്കരിക്കുന്നു, ആരെല്ലാം അവിടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ആലിമീങ്ങളും സാദാത്യങ്ങളും മുത്തഅല്ലിമുകളും കറകളഞ്ഞ വിശ്വാസികളും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പറിയാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു നേട്ടം വേറെ ഇല്ല. നമുക്കറിയാം, മഹാരഥന്മാരായ ആളുകളൊക്കെ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ സ്വന്തം മക്കളെയും മറ്റുമൊന്നല്ല സാധാരണ വസിയത്താക്കിയിട്ടുണ്ട്. മക്കൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അതേസമയം അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മഹാന്മാർ, അവരുടെ ഗുരുനാഥന്മാർ, അവരുടെ പ്രസ്ഥാന നേതാക്കന്മാർ, നായകന്മാർ, നല്ല നല്ല ആളുകൾ, സമൂഹം നല്ലതായി ഗണിക്കുന്ന, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, വീഴ്ചകൾ സംഭവിച്ചാൽ പോലും അതിനെയൊക്കെ മറികടക്കാവുന്ന രൂപത്തിലുള്ള പുണ്യകർമ്മങ്ങളെ കൊണ്ട് ധന്യരായ ആളുകളെ മുന്നിൽ നിർത്തും. എന്നാണ് അതിൻ്റെ കാരണം. മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ കേവലം ഒരു നിസ്കാരമല്ല, മറിച്ച് അതൊരു ശുപാർശയാണ്. ആ മയ്യത്തിനെ സ്വർഗസ്ഥനാക്കാൻ വേണ്ടി, മയ്യത്തിൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോടുള്ള തേട്ടമാണത്, ശുപാർശയാണ്. ആ ശുപാർശയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരാളാവുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പഴയകാലം മുതൽക്ക് തന്നെ ആ ഒരു രീതി നമ്മൾ സ്വീകരിച്ചു വരുന്നത്. ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജിയുടെ ജീവിതത്തിൽ ഒരു അഭിലാഷമായിരുന്നു, താൻ മരിച്ചു കഴിഞ്ഞാൽ സുൽത്താനുൽ കാന്തപുരമുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഇമാമ നിൽക്കാൻ ലഭിക്കണം. കാരണം അത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം അദ്ദേഹത്തിന് നൽകി. സുൽത്താൻ മകാന്തബിൻ ഉസ്താദ് തന്നെ എത്തിച്ചേർന്ന മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായ CTSK തങ്ങളെയും ഓർത്തുപോവുകയാണ്. TSK തങ്ങളുടെയും മനസ്സിലുള്ള ഒരു അഭിലാഷവും ആഗ്രഹവും ബഹുമാനപ്പെട്ട സുൽത്താനുമയും താജുൽ ഉലമ തമ്പാപ്പയും ഒക്കെ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് തനിക്ക് വിട പറയണമെന്നാണ്. കാരണം അവരുടെയൊക്കെ വിയോഗ വാർത്ത ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ തനിക്ക് കഴിയുകയില്ല എന്ന് പല വേണ്ടപ്പെട്ട ആളുകളോടും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർത്തുപോവുകയാണ്. ബഹുമാനപ്പെട്ടവർക്കും ആ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. നമുക്കും ഈ നിലക്കുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകണം. അതിനെന്ത് വേണം? ഈ മഹാരഥന്മാരായ ആളുകൾ നിലകൊണ്ട് അതേ രൂപത്തിൽ നമുക്ക് നിലകൊള്ളാൻ സാധിക്കണം. ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജി തൻ്റെ ജീവിതം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചു. എറണാകുളം ജില്ലയിൽ പ്രത്യേകമായ പ്രസ്ഥാനത്തിന് അസ്തിത്വവും ആർജവും ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നിമിത്തമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വലിയ മുന്നേറ്റങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു. സാമ്പത്തികമായ സഹായം അല്ലാഹുവിൻ്റെ ദീനിന് വളരെ വലുത് തന്നെയാണ്. അതിന് നിസ്സാരമായി നമുക്ക് ഗണിക്കാൻ സാധ്യമല്ല. ദീനീ പ്രവർത്തനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, ദുന്യാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. ഇവാമുദ്ദീനി വദ്ദുന്യ അദ്ദീനാർ വദുർഹം എന്ന് സാധാരണ പറയാറുണ്ട്. എങ്കിൽ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി കഴിഞ്ഞ് സമ്മാനിക്കാൻ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജി ജീവിച്ചിരിക്കുന്ന സമയത്ത് സന്നദ്ധമായി. ഒരുപാട് സ്ഥാപനങ്ങളെ അയാൾ സഹായിച്ചു, വ്യക്തികളെ സഹായിച്ചു. ജാമിയ അശ്അരി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു വിഹിതം അദ്ദേഹം നീക്കിവെച്ചു. തന്നെ തേടിയെത്തുന്ന റമളാനും അല്ലാത്ത സമയത്തും തേടിയെത്തുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ അദ്ദേഹം നിരാശപ്പെടുത്തിയില്ല. അദ്ദേഹത്തിൻ്റെ അസുഖബാധിതമായ അവസ്ഥ ഉണ്ടായപ്പോൾ പല ആളുകളോടും പല സദസ്സുകളിലും വെച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തന്നെ അപേക്ഷിക്കുകയുണ്ടായി. കാണുന്ന ആളുകളോടൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു അനുഭവം പറയാനുണ്ട്. അദ്ദേഹത്തെ പരിചയമുണ്ട്. കലക്ഷന് വേണ്ടി, സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ദർസിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഞങ്ങൾ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ സംഘടനാപരമായ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്ന് പല ആളുകളും പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർത്തുപോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹം ഒരിക്കലും തന്നെ വെറുതെയാക്കിയില്ല. ദീനിന് വേണ്ടി കൊടുത്തത് മാത്രമാണ് ബാക്കിയുള്ളത്. അല്ലാതെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഉപേക്ഷിച്ചു പോയതൊരിക്കലും തന്നെ ബാക്കിയുള്ളതല്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എങ്കിൽ ധാരാളം സമ്പാദ്യം ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളതിൻ്റെ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിൽ കാണിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിലക്കും അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തു. 1989 പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം സന്നദ്ധമായി. CTSK തങ്ങളോടൊപ്പം ആർജവത്തോടുകൂടി അദ്ദേഹം നിലകൊണ്ടു. പലപ്പോഴും TSK തങ്ങൾ തന്നെ പറയാറുണ്ട്, ഞങ്ങളെക്കാളൊക്കെ ആവേശത്തിലായിരുന്നു, വീറിലും വാശിയിലുമായിരുന്നു അഹമ്മദ് കുട്ടി ഹാജി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒരു പ്രതിഫലേച്ഛയും അദ്ദേഹം ഉണ്ടായില്ല. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കൊതിച്ചില്ല. ഏതെങ്കിലും സ്റ്റേജുകളിൽ തന്നെ ആദരിക്കപ്പെടണമെന്ന് അദ്ദേഹം അഭിലഷിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രത്യേകമായി എവിടെയെങ്കിലും ആദരിക്കപ്പെട്ടതായിട്ട് എൻ്റെ ദൃഷ്ടിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൽ അദ്ദേഹത്തിനൊരു വിട്ടവും ഉണ്ടായിട്ടില്ല. കാരണം ആരുടെയെങ്കിലും ആദരവോ അതിനെങ്കിലും പ്രത്യേകമായ പരിഗണനയോ പരിലാളനയോ ലഭിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം ദീനു വേണ്ടി പ്രവർത്തിച്ചത്, മറിച്ച് അല്ലാഹുവിന് വേണ്ടിയാണ്. അത് അവസാന നിമിഷം വരെ അദ്ദേഹത്തെ നിർത്താൻ സാധിച്ചു. അതുകൊണ്ടാണ് ആദർശ വ്യതിയാനമില്ലാതെ ഒരു പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ നേതൃത്വത്തിനെയും കൂടെ ഉറച്ചു നിൽക്കാൻ സാധിച്ചത്. സാധാരണ സമ്പന്നരായ ആളുകൾക്ക് അപഭ്രംശങ്ങൾ പലപ്പോഴും ഉണ്ടാകും, അല്ലാത്ത ആളുകൾക്കും ഉണ്ടാകും. പക്ഷേ സാമ്പത്തികമായ ഒരു അഭ്യുന്നതി ഉണ്ടാവുകയും പല ബന്ധങ്ങളും പിന്നെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അപഭ്രംശങ്ങൾ ഉണ്ടാകാറുണ്ട്. നേരത്തെ ദീനീ പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായിരുന്ന ആളുകൾ പാതി വഴിയിൽ വെച്ചെല്ലാം ഉപേക്ഷിച്ചു പോകാറുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജിയുടെ ചരിത്രത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധ്യമല്ല. അദ്ദേഹം ഒരപഭ്രംശവുമില്ലാതെ 90 വയസ്സ് വരെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിച്ചു. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭിക്കണം. അല്ലാഹുവാണ് കബൂലാക്കുന്നവൻ. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഞാൻ ദീർഘിച്ച് സംസാരിക്കുക എന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരോട് ഒന്നിച്ച് സ്വർഗസ്ഥരാവാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. 89 സമ്മേളനത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററാണ് അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിയത്. വാഹനത്തിന് 6 എണ്ണയടിക്കും.
അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനം ആര് നടത്തും? അതിൻ്റെ സർവീസ് ആര് നടത്തും? ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അഹമ്മദ് കുട്ടി ഹാജിയുടെ സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, ആ ദീനിൻ്റെ കാവൽ ഭടന്മാരായി നിലകൊള്ളുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമാകാൻ ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. വളരെയധികം വ്യക്തിബന്ധം അദ്ദേഹവുമായി ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. പല സംസാരങ്ങളും അദ്ദേഹവുമായി നടത്താറുണ്ട് കഴിഞ്ഞ കാല ചരിത്രങ്ങളിലേക്ക്. പ്രിയപ്പെട്ട പിതാവ് CTSK തങ്ങളൊത്ത് നടത്തിയ യാത്രകളും പ്രവർത്തനങ്ങളും അദ്ദേഹം പലപ്പോഴും വിശദീകരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമായിരുന്നു. പലപ്പോഴും വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ വാഹനവുമായി അഹമ്മദ് കുട്ടി ഹാജി വരും. സിയാറത്തിന് വേണ്ടി പലയിടങ്ങളിലേക്കും TSK തങ്ങളെ കൂട്ടിപ്പോകും. ചില ഘട്ടങ്ങളിൽ കോഴിക്കോടും മറ്റും നടക്കുന്ന സമ്മേളനങ്ങളിലേക്ക് വരെ ഇവിടുന്ന് വാഹനം ഓടിച്ചു പോകാറുണ്ട്. ആ സമ്മേളനം നിരീക്ഷിക്കും, വീക്ഷിക്കും, അവിടുത്തെ കാര്യങ്ങൾ ഇടപെടും, ആവശ്യമായ സഹായങ്ങൾ ചെയ്യും. അങ്ങനെ അതെല്ലാം മനസ്സിലാക്കി എറണാകുളം ജില്ലയിൽ ഈ പ്രസ്ഥാനത്തെ അടിയുറപ്പിച്ചിർത്താൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. അന്നാരും ഇവിടെ ഉമറാക്കളായി കൂടുതൽ ഉണ്ടായിരുന്നില്ല. കാര്യമായി സഹായിക്കാനും നെഞ്ചുവിരിച്ച് മുന്നോട്ട് നിൽക്കാനും കൂടുതൽ ആളില്ലാത്ത കാലത്താണ് അദ്ദേഹം നിന്നത്. എന്താണ് ബദറിൻ്റെ പ്രത്യേകത? ബദറിൻ്റെ പ്രത്യേകത ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മഹാന്മാരായ സ്വഹാബത്ത് ത്യാഗം ചെയ്യാൻ സന്നദ്ധമായി എന്നുള്ളതാണ്. ആ ബദരീങ്ങളുടെ മഹത്വം മറ്റുള്ള ഈ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്കില്ല. മറ്റുള്ള യുദ്ധങ്ങളില്ലാത്തതുകൊണ്ടല്ല, പോരാട്ടങ്ങളില്ലാത്തതുകൊണ്ടല്ല, മറ്റുള്ള പോരാട്ടങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് സാഭിന്യത ഉണ്ടാകാത്തത് കൊണ്ടുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ബദറിന് അങ്ങനത്തെ ഒരു പ്രത്യേകമായ പ്രതിസന്ധിയുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നതുപോലെ 89 കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാൻ ആളില്ലാതിരുന്നപ്പോൾ 4 ഭാഗത്തുനിന്നും ഈ പ്രസ്ഥാനത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ വേണ്ടി അധികാരമുള്ളവനുമില്ലാത്തവനും ശ്രമിച്ചപ്പോൾ നെഞ്ചൂക്കോടെ നിലകൊണ്ടു എന്നുള്ളത് ഒരു നിസ്സാരക്കാര്യമായി ഒരുപക്ഷേ നമുക്ക് തോന്നിയാൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അത് ഏറ്റവും അനുഗുണമായ എടുത്തു പറയാവുന്ന ഒരു നന്മയായി തന്നെ ഉണ്ടാകും. അവിടെയാണ് CTSK തങ്ങളും അഹമ്മദ് കുട്ടി ഹാജിയുമൊക്കെ നമ്മിൽ നിന്ന് വേറിട്ട് ഉയർന്നു നിൽക്കുന്നത്. അവരുടെ ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാതിരിക്കുന്നതിന് കാരണം ഇതാണ്. ഇന്ന് നമുക്ക് ധാരാളം ആളുകളുണ്ട്, സമയമുണ്ട്, സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇറങ്ങിത്തിരിക്കാത്ത ഒരു കുഴപ്പമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ വക യാതൊരുവിധ ആധുനിക സൗകര്യങ്ങളും അതുപോലെ പ്രവർത്തന പശ്ചാത്തലവുമില്ലാത്ത കാലഘട്ടത്തിൽ അതിനെയെല്ലാം തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജിയും TSK തങ്ങളെപ്പോലെയുള്ള ആളുകളും പ്രവർത്തന ഗോതയിൽ സജീവമായെങ്കിൽ അത് എടുത്തു പറയേണ്ട, ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട കാര്യമാണ്. നമുക്കിനി ചെയ്യാനുള്ളത് അഹമ്മദ് കുട്ടി ഹാജി കാണിച്ചെന്ന ആ പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും അഹമ്മദ് കുട്ടി ഹാജിയാകാൻ സാധിക്കണം, ഓരോരുത്തർക്കും TSK തങ്ങളാകാൻ സാധിക്കണം. കാരണം നമുക്ക് അല്ലാഹു സമ്പത്ത് തന്നിട്ടുണ്ട്, സ്വാധീനം തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. അതിനെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. എങ്കിൽ അഹമ്മദ് കുട്ടി ഹാജികൾ സൃഷ്ടിക്കപ്പെടും. ഒരു അഹമ്മദ് കുട്ടി ഹാജി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ അതോടുകൂടി എല്ലാം കഴിയുന്നു എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. ആ മാതൃക ഉൾക്കൊണ്ട് ഉള്ളവർ ആ സ്ഥാനത്തേക്ക് വളർന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജില്ലയിലും കേരളത്തിലും അത്തരത്തിലുള്ള ധാരാളം അഹമ്മദ് കുട്ടി ഹാജികളെയും TSK തങ്ങൾമാരെയും സൃഷ്ടിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുക. പരിശുദ്ധമായ ഖുർആനിൽ വിശ്വാസികളുടെ അടയാളം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ സമ്മാനിച്ചതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. എന്താണ് അല്ലാഹു സമ്മാനിച്ചത്? പ്രത്യക്ഷത്തിൽ നമ്മളിലേക്ക് ഓടിയെത്തുന്നൊരർത്ഥം അൽമാൽ, സമ്പത്ത് എന്നുള്ളതായിരിക്കും. എന്നാൽ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ സ്വാധീന ശക്തി, അതെല്ലാം അല്ലാഹു സമ്മാനിച്ചതാണ്. അതിനെയൊക്കെ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തു പരിരക്ഷിക്കാൻ വേണ്ടി, വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അങ്ങനെ നന്മ എന്ന് പറയാവുന്ന എന്തെല്ലാം ചെറുതൂലമായ കാര്യങ്ങളുണ്ട്, അതിനൊക്കെ വേണ്ടി ചിലവാക്കുക എന്നുള്ളതാണ്. ആ ചിലവാക്കലുകൾ എന്ന് നമ്മുടെ ജീവിതത്തിൽ നിലയ്ക്കുന്നു,
അന്ന് നാമല്ലാതെയായി മാറുന്നു. അള്ളാഹുവിൻ്റെ അരികിൽ ഒരീച്ചയുടെ ചിറകിൻ്റെ വില പോലും നമുക്കില്ലാതെ പോകുന്നു നമ്മൾ മനസ്സിലാക്കണം. ആ ചെലവാക്കലുകൾ എന്ന് നമ്മൾ തുടരുകയും ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് കൊണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ നമ്മുടെ സ്ഥാനമുയരും. അത് ജനങ്ങൾ നമ്മൾ ആദരിച്ചിട്ടില്ല എങ്കിലും ബഹുമാനിച്ചിട്ടില്ല എങ്കിലും ഏതെങ്കിലും അധികാരസ്ഥിതികളിൽ നമ്മളെ വാഴ്ത്തപ്പെട്ടിട്ടില്ല എങ്കിലും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ ദുആ ഉൾപ്പെടുത്തുക. ബിസ്മില്ലാഹിർ ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.